നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 103 അധ്യായം 13 വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി പ്രിയപ്പെട്ടതായി നമ്മൾ കണക്കാക്കുന്ന വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട അപ്പന്മാരാകുവാൻ നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. പിതാവായ ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള ബന്ധം മാതാപിതാക്കളെക്കാൾ അധികമായി അതിലും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും അല്ലെങ്കിൽ അപ്പൻ്റെയും മകൻ്റെയും ബന്ധമാണ് എന്നുള്ളത് ഈ വചനം നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അതായത് ഒരപ്പൻ മക്കളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, കരുതുന്നത്, അവൻ എത്ര തെറ്റു ചെയ്താലും അവനോട് കരുണയോടെ വർത്തിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും യഹോവയായ ദൈവം തൻ്റെ ഭക്തന്മാരോടും ആയിരിക്കുക എന്നുള്ളത്. ഒരപ്പൻ്റെയും മകൻ്റെയും തീവ്രമായ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അളന്നു വരച്ചിടുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പിതാവായ ദൈവത്തിന് യഹോവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിരിക്കുവാൻ, ഭക്തന്മാരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മക്കളാകുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമോ കടമയോ അല്ലല്ലോ, പിന്നെയോ അത് അതിനേക്കാൾ അധികമായി സ്നേഹമെന്ന 2 അക്ഷരത്തിൽ ആഴം അളന്നിരിക്കുന്ന ഒരു വികാരമാണല്ലോ. അങ്ങനെയെങ്കിൽ നല്ല മക്കളായി തീരുവാൻ, പിതാവിൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് ചൈനയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ബുദ്ധ സന്യാസി ജീവിച്ചിരുന്നു. ഒരിക്കൽ ആ നാട്ടിലെ രാജാവ് അദ്ദേഹത്തെ കാണുവാനെത്തി. രാജാവ് ആശ്രമത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ചുറ്റിലും നോക്കി. ഏറ്റവും ലളിതകരമായ ജീവിതശൈലിയിൽ മുന്നോട്ടു പോകുന്ന കുറച്ചേറെ സന്യാസിമാർ. രാജാവ് ഏറെ കൗതുകത്തോടെ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് ബുദ്ധ സന്യാസിയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ബുദ്ധ സന്യാസിയാകട്ടെ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. രാജാവ് ഇപ്രകാരം പറയുന്നു: എനിക്ക് ആവശ്യത്തിലധികമായി സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു മനുഷ്യന് ഈ ലോകത്ത് ലഭിക്കാവുന്നതിനേക്കാൾ അധികമായി സന്തോഷവും സുഖവും ആർഭാടങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം പോലും എനിക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നെ ഈ ഒരു അവസ്ഥ വേട്ടയാടുന്നത് എന്നുള്ളത്. എല്ലാവരും കരുതുന്നത് പോലെ മെത്തയിൽ കിടന്നുറങ്ങുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അത് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പാപവും ചെയ്തിട്ടില്ല, എൻ്റെ നീതിക്ക് നിരക്കാത്തതായി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെയും എന്തുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ വരുന്നു, ഈ ഗതികേട് എന്നെ തേടി എത്തുന്നു എന്നത് ഞാൻ വളരെയധികമായി ദുഃഖിക്കുന്നു. അല്ലയോ ഗുരുവേ, താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ആ രാജാവിൻ്റെ അഭ്യർത്ഥന കേട്ട് ഗുരു അദ്ദേഹത്തെ നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമുക്ക് വചന സമീക്ഷയുടെ 1ാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബ്യൂല ചേച്ചി. എവിടെ നിന്ന് വിളിക്കുന്നു? നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡും മക്കളും. ഓക്കെ, അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പം ആ സന്തോഷം അതേപടി തുടർന്ന് പോകട്ടെ, നന്നായിട്ടിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമുക്ക് എന്തായാലും 1ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള 1ാമത്തെ ചോദ്യം ഇതാണ്: അശൂർ സിയോനിൽ വസിക്കുന്ന ദൈവജനത്തെ എന്തു ചെയ്താലാണ് അവരെ ഭയപ്പെടേണ്ട എന്ന് ദൈവം അരുളി ചെയ്തത്? നിന്നെ വടി കൊണ്ട് അടിക്കുകയും മിസ്രയീമിലെ പോലെ നിനക്ക് നേരെ വടി ഉയർത്തുകയും ചെയ്താലും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഇത്രയും വലിയൊരു ഉത്തരം അതേപോലെ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ഇനി തെറ്റിക്കാൻ പാടില്ലല്ലോ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: നിന്നെ വടി കൊണ്ട് അടിക്കുകയും മിസ്രയീമിലെ പോലെ നിനക്കു നേരെ വടി ഉയർത്തുകയും ചെയ്താൽ. ഓക്കെ, അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്: അശൂരിന്റെ അധിനിവേശത്തിൽ ദൈവജനത്തിന് യേശയ്യാവ് വാഗ്ദാനം ചെയ്ത സന്തോഷ വാർത്ത എന്തായിരുന്നു? അല്പകാലത്തിന് ശേഷം യഹോവയുടെ കോപം അശൂരിന്റെ നാശത്തിനായിരിക്കും എന്ന്. അതും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അല്പകാലത്തിനു ശേഷം യഹോവയുടെ കോപം അശൂരിന്റെ നാശത്തിനായിരിക്കും എന്ന്. സന്തോഷമായില്ല? അത്യാവശ്യം വലിയ ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങളായിരുന്നു, പക്ഷെ ശരിയാക്കിയില്ലേ?
ആ ആ അതെ. ഓക്കെ, സന്തോഷമായി. ഓക്കെ ചേച്ചി, പിന്നെ എന്തുണ്ട് നെയ്യാറ്റിൻകരയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നെയ്യാറ്റിൻകര ഇടയ്ക്കിടയ്ക്ക് മഴയാണ്, പകൽ ഭയങ്കര ചൂടാണ്, അതൊക്കെ. ഓക്കെ, മഴയുടെ വിശേഷമാണല്ലേ. അതെ അതെ ഇനിയിപ്പോ ജൂൺ ആകുമ്പോ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായി വരുമല്ലേ. അതെ അതെ. അപ്പോ സ്കൂളിലെത്തിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചോ? വാങ്ങിച്ചു. വാങ്ങിച്ചു. അപ്പൊ സ്കൂളിലോട്ട് പോകാൻ തയ്യാറായിരിക്കുവോ അല്ലേ മക്കളും? അതെ അതെ അതെ. അവർക്ക് നല്ലൊരു അധ്യയന വർഷം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഓക്കെ, ചോദ്യം ഇതാണ്: അശൂരിന്റെ തകർച്ച മറ്റ് ഏത് ശത്രുക്കൾക്കുണ്ടായതുപോലെയാണ് എന്നാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? മിസ്രൈമിലെ പോലെ. സംശയമൊന്നുമില്ല. ഇല്ല ഇല്ല. രണ്ട് വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ആൾക്ക് ഈ ചെറിയ ഉത്തരം പറയാനാണ് പാടല്ലേ. അതെ. ഓക്കെ ചേച്ചി, എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആ ഓക്കെ. ഉത്തരം ഇതാണ്, മിസ്രൈമിനെ പോലെ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യം ചോദിക്കാം. ആ ഇതാണ് ചോദ്യം: അശൂരിന്റെ നാശം യേശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സൈന്യങ്ങളുടെ യഹോവ അവനെതിരെ ഒരു ചമ്മട്ടി ഉയർത്തും, അവൻ തന്റെ വടി സമുദ്രത്തിലേക്ക് നീട്ടും. വളരെ 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 ശരി ഉത്തരം. ആ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഉത്തരം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവ അവനെതിരെ ഒരു ചമ്മട്ടി ഉയർത്തും, അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും. അതെ അതെ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. നല്ല ഉത്തരങ്ങൾ പറയാനും ഒരു മടിയും ഇല്ലാണ്ട് എല്ലാം പെട്ടെന്ന് പറയുകയും ചെയ്തു. ആ ആ ഓക്കെ, അപ്പൊ ചേച്ചി എന്തായാലും വചന സമീക്ഷയിൽ ഇതുപോലെ തന്നെ വിളിക്കുക കേട്ടോ. നമ്മുടെ ഒരു വചനം പങ്കുവെക്കുന്ന ഒരു വേദി കൂടാണല്ലോ. അപ്പം ഇതുപോലെ വിളിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും. അപ്പം ഇനി ചേച്ചിയുടെ മക്കളെ കൊണ്ടൊക്കെ വിളിപ്പിക്കുക. മക്കളുടെ ശബ്ദമൊക്കെ കേൾക്കാമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. ഓക്കെ ചേച്ചി, അപ്പൊ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും കുടുംബത്തിന് നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. ബ്യൂല ചേച്ചിയായിരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മളെ വിളിച്ചത്. ആ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥകളിലേക്ക് തന്നെ മടങ്ങാം. നമ്മുടെ സന്യാസിയുടെ മുൻപിൽ അക്ഷമനായി നിൽക്കുന്ന രാജാവിനെയായിരുന്നു നമ്മൾ അവസാനമായി കണ്ടത്. അപ്പോൾ സന്യാസി പറയുന്നുണ്ട്, താങ്കൾ അറിയിച്ചതുപോലെ അല്ലെങ്കിൽ താങ്കളുടെ ആഗ്രഹം പോലെ താങ്കളെ ഏറ്റവും സുഖകരമായ സമാധാനത്തോടെയുള്ള ഒരു ഉറക്കത്തിലേക്കും ജീവിതത്തിലേക്കും ഞാൻ കൊണ്ടുപോകാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം താങ്കൾ കൃത്യമായി ചെയ്തിരിക്കണം. അപ്പോൾ രാജാവ് ഏറ്റവും ആകാംക്ഷയോടെ പറയുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ സന്യാസി പറയുന്നു, ഞാൻ പറയുന്നത് ഒരു ജോലിയാണ്, ആ ജോലി തന്നെ താങ്കൾ ചെയ്യണം. അപ്പോൾ രാജാവ് വിചാരിക്കുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ രാജാവാണ് താൻ, എന്നിട്ടും ഒരു സന്യാസി, ചെറിയൊരു അഹങ്കാരമാണോ രാജാവിന്റെ ഉള്ളിൽ തല പൊക്കിയതെന്നറിയില്ല. പക്ഷെ എന്നിരുന്നാലും മുന്നിലുള്ള സന്യാസിയുടെ പ്രായത്തെയും അദ്ദേഹത്തിന്റെ പ്രശസ്തിയെയും ഒക്കെ മാനിച്ചുകൊണ്ട് തലയാട്ടുകയാണ്, അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്തു കൊള്ളാമെന്ന്. അപ്പോൾ സന്യാസി പറയുന്നുണ്ട്, ഞാൻ അത്രയും കഠിനമായ ഒരു ജോലിയല്ല താങ്കളോട് പറയുന്നത്. വെറും 7 ദിവസത്തേക്ക് താങ്കൾ ആരോടും സംസാരിക്കാൻ പാടില്ല, മറ്റൊരാളോട് പോലും താങ്കൾ സംസാരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ താങ്കൾ ജീവിക്കേണ്ടത് ഇവിടെ എന്നോടൊപ്പമാണ്. ഈ ചെറിയ കുടിലാണ് അങ്ങ് താമസിക്കേണ്ടത്. ഒരിക്കലും രാജകീയ കൊട്ടാരത്തിൽ താങ്കൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഇവിടെ നിന്നും താങ്കൾക്ക് ലഭിക്കുകയില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായി എളിമയോടെ താങ്കൾ ഇവിടെ 7 ദിവസം മറ്റാരോടും മിണ്ടാതെ ഉരിയാടാതെ മൗനിയായി ജീവിക്കുക. ഇത് കേട്ട് രാജാവ് ആദ്യം ഒന്ന് പകച്ചെങ്കിലും എല്ലാവരോടും ഉത്തരവ് മാത്രമിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും ആജ്ഞാപിച്ച് തന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു രാജാവായ തനിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത് ഒരു ദുഃഖം തോന്നിയെങ്കിലും ഈ 7-ാം നാൾ കഴിയുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ സന്യാസിയുടെ വാക്കുകളെ അദ്ദേഹം വിശ്വസിക്കുകയാണ്. അങ്ങനെ 7 ദിവസം ആ കുടിലിൽ താമസിക്കുവാനായി രാജാവ് തയ്യാറെടുക്കുന്നു. ഇനിയുള്ള 7 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും രാജാവ് മുന്നോട്ട് ജീവിച്ച് തീർത്തത് എന്നുള്ളത് നമുക്കറിയാം. അതിനു മുൻപായി നമുക്ക് രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എന്റെ പേര് സോണി എന്നാണ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ പാവുക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, പപ്പയുടെ പെങ്ങള്, പിന്നെ എന്റെ മോൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ? ആ, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ ചേട്ടാ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ഓക്കെ, അപ്പോ ചേട്ടന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്: ബാബിലോണിനെ
യേശയ്യാവ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരമായി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ് രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബിലോൺ. ഓ ശരി. ഓക്കെ, അപ്പം എന്തായാലും ശരി. എന്തോ? ശരി ഉത്തരമല്ലേ? അതെ ശരി ഉത്തരമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തിൽ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: ദൈവം മറിച്ചു കളഞ്ഞ സോദോമിനെയും ഗൊമോരയെയും പോലെ ആയിത്തീരുന്ന മറ്റൊരു രാജ്യം ഏതാണ്? സോദോമും ഗൊമോരയും പോലെ. നമ്മുടെ വചനത്തിൽ പ്രത്യേകം ഒരു സ്ഥലം പറയുന്നുണ്ട്, സോദോമും ഗൊമോരയും പോലെ ആയിത്തീരും എന്നുള്ളത്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മളും ആ ഒരു ശരി ഉത്തരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, ഉത്തരം ഇതാണ് ബാബിലോൺ. അത് തന്നെയാണ് ബാബിൽ, അത് തന്നെയാണ് ബാബിലോൺ. അപ്പൊ എങ്കിലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: ബാബിലോണിന്റെ അവസാനം എന്തായിരിക്കും? അവസാനം എന്തായിരിക്കും ബാബിലോണിൽ? അതിൽ പാർപ്പാൻ ആരും ഉണ്ടാവില്ല. അത് തന്നെയാണ്. ഇനി ഇച്ചിരി കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ? അതിൽ ആഡ് ചെയ്ത് വചനം എന്തെങ്കിലും പറയുന്നുണ്ടോ? തലമുറയ്ക്ക് പോലും അതിനകത്ത് വസിക്കാൻ സാധിക്കത്തില്ല. റൈറ്റ് ആൻസർ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അതിൽ ഒരു നാളും നിവാസികൾ ഉണ്ടാവുകയില്ല, തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. ഇപ്പൊ അത് നല്ല ഉത്തരമായി, ശരി ഉത്തരമായി. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: അരമനകളിലും മനോഹര മന്ദിരങ്ങളിലും ഓരിയിടുന്നത് ആരാണ്? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് രാത്രിയൊക്കെ, അത് അവര് തന്നെയാണ്. ചെന്നായ്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? കൂടെ ആരെങ്കിലും ഉണ്ടോ? പട്ടി. ഓക്കെ അതില് ഓക്കെ. അപ്പോ ഉത്തരം ഏകദേശം അത് ശരി തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ വചനത്തിൽ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: ചെന്നായ്ക്കളും കുറുനരികളും. അതെ. ഉദ്ദേശിക്കുന്നത് എന്താണ്? പട്ടിന്നാണോ? അല്ല, ലൈക്ക് കുറുക്കൻ. ചെന്നായി കുറുക്കൻ ഒന്നല്ലേ? അല്ല, രണ്ടാ. അതെ, രണ്ടാ. ഓക്കെ. പക്ഷെ നമുക്കിപ്പോ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞല്ലോ. അപ്പോ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു കേട്ടോ. ഓക്കെ. താങ്ക് യു. അപ്പോ സോണി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. 7 ദിവസത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു സന്യാസി പറഞ്ഞ കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി രാജാവ് അവിടെ താമസിക്കുകയാണ്. 1-ാമത്തെ ദിവസമായപ്പോൾ തന്നെ രാജാവിന് മടുത്തു. കാരണം ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. പലരെയും കാണുന്നുണ്ട്, അവിടെ തന്നെ സന്യാസികളെ കാണുന്നുണ്ട്, തനിക്ക് മുഖപരിചയമുള്ള സന്യാസികളെ കാണുന്നുണ്ട്. പക്ഷെ ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു വീർപ്പ് മുട്ടൽ അനുഭവിച്ചുകൊണ്ട് തന്നെ രാജാവ് 1-ാമത്തെ ദിവസം വളരെ കഷ്ടത്തോടെ ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാൽ 2-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഇതിൽ ചെറിയൊരു കുറവ് വന്നു. അതായത് 1-ാമത്തെ ദിവസത്തിന്റെ അത്രയും ബുദ്ധിമുട്ട് രാജാവിന്റെ 2-ാമത്തെ ദിവസം അനുഭവിക്കേണ്ടി വരുന്നില്ല. അദ്ദേഹം ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രാപ്തി കൂടുതൽ കൈവരിക്കുകയാണെന്ന് സ്വയം ചിന്തിക്കുകയാണ് ചെയ്തത്. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും ആ ഒരു മൗന വ്രതത്തിലേക്ക്, അല്ലെങ്കിൽ മൗനത്തിലേക്ക്, തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ ആവാഹിച്ചു കഴിഞ്ഞ നിലയിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം അതിനുശേഷം ചെയ്തത് 3-ാമത്തെ ദിവസം മുതൽ അദ്ദേഹം മറ്റാരോടും സംസാരിക്കാതെ തൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ തൻ്റെ സാഹചര്യം ഇതാണെന്ന് മനസ്സിലാക്കി പ്രകൃതിയിലേക്ക് നോക്കാൻ തുടങ്ങി. പൂക്കളോടും പുൽനാമ്പുകളോടും
പറവകളോടും ഒപ്പം മൃഗങ്ങളോടുമൊക്കെ അദ്ദേഹം സംസാരിക്കുവാൻ തുടങ്ങി, മൗനമാകുന്ന ഭാഷയിൽ. അങ്ങനെ പ്രകൃതിയോട് ഒരു സംസാര ശൈലി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രൂപപ്പെട്ടു വന്നു, സംഭാഷണ ശൈലി രൂപപ്പെട്ടു. അദ്ദേഹം വെറുതെ ആയിരിക്കുന്ന, ഏകാന്തതയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ തൻ്റെ ഉള്ളിലേക്ക് ഇരുന്നു നോക്കി, തന്നെ നോക്കി. ഇതുവരെയും താൻ മറന്നതും തൻ്റെ ഉള്ളിലേക്ക് നോക്കുവാനായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിക്കുകയാണ്. അങ്ങനെ 3-ാം ദിവസം പൂർത്തിയാക്കി 4, 5, 6, 7 ദിവസങ്ങൾ അദ്ദേഹം വളരെ വിജയകരമായി തന്നെ ജീവിതത്തിന്റെ 7 ദിവസങ്ങളെ പിന്നിലേക്കാക്കി മുന്നേറുകയാണ്. അവസാനത്തെ നാൾ ബുദ്ധ സന്യാസി ഇദ്ദേഹത്തെ കാണുവാനായി വരുന്നു. അദ്ദേഹത്തോടൊപ്പം രാജാവ് സംസാരിക്കുന്നു. അപ്പോൾ ചില ഉപദേശങ്ങൾ, ചില വസ്തുതകൾ, ചില സാഹചര്യത്തിന്റെ സത്യങ്ങൾ ഈ ബുദ്ധ സന്യാസി രാജാവിനോട് പറഞ്ഞു നൽകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അത് വളരെയേറെ ഗുണപ്രദമായിരിക്കും. ആ സന്ദേശങ്ങൾ എന്താണെന്ന്, ആ സന്യാസിയുടെ വാക്കുകൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബെൽസി ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കീഴ്വായ്പൂര്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? അസുഖങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പൊ ദൈവത്തിന്റെ കുറച്ച് കുറവുണ്ട്. ഓക്കെ, ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് വരുന്നു അല്ലേ? ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. മോള് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആന്റി, കുടുംബത്തിന് വേണ്ടിയൊക്കെ, കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ ആന്റി, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ ദിവസത്തിലും അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകുന്നത് എന്താണ്? ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? ഉത്തരം ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ഭൂമി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: ജനങ്ങൾ ഓരോരുത്തരും സ്വദേശത്തേക്ക് ഓടിപ്പോകുന്നത് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ ഓരോരുത്തരും സ്വദേശത്തേക്ക് ഓടിപ്പോകുന്നത് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ ഓടിപ്പോകുന്നത് എന്തുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഇളകിപ്പോകുന്ന മണ്ണിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആളുകളെ പോലെയും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ഓടിച്ചുവിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കുവാനില്ലാത്ത ആടുകളെ പോലെയും. സന്തോഷമായില്ലേ രണ്ടുത്തരം ശരിയായപ്പോ? അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്നില്ലേ, ഒരു എന്താ പറയാ, അടുത്ത ചോദ്യങ്ങളും എന്നെ കൊണ്ട് പറയാൻ പറ്റും എന്നുള്ളത്? പറ്റും. അപ്പൊ എന്തായാലും എളുപ്പമുള്ള ചോദ്യങ്ങളാണേ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ചോദ്യം ഇതാണ്: ബാബിലോണിനെതിരായി യഹോവ ഉപയോഗിക്കുന്നത് ഏതു ദേശത്തെയാണ്? ബാബിലോണിനെതിരായി യഹോവ ഉപയോഗിക്കുന്നത് ഏത് ദേശത്തെയാണ്? ഒരു ദേശത്തെ ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. ഏത് ദേശം? ഏത് ദേശം? ശരി ഉത്തരം. ആണോന്നല്ല, സംശയമൊന്നും വേണ്ട. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. പേടിക്കാണ്ട് അങ്ങ് പറഞ്ഞാൽ മതി, എന്തായാലും അറിയാന്നുള്ള ഉത്തരവാണ്. അപ്പൊ പേടിക്കണ്ട കേട്ടോ. ഉത്തരം ഇതാണ്, മേദ്യര്. ഓക്കെ ഓക്കെ. അപ്പൊ നാലാമത്തെ ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ചോദ്യം ഇതാണ്: മേദ്യർ എങ്ങനെയുള്ള ആൾക്കാരാണ്? വലിയ കാര്യമാക്കിയില്ല, പൊന്നിൽ അവർക്ക് കണ്ടിട്ടില്ല. അതിന് വേറെന്തോ ഒരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ, അതിൽ തന്നെ പറയുന്നത് മേദ്യർ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഗർഭോലത്തോട് അവർക്ക് കരുണയില്ല, പൈതങ്ങളെ ശരി ഉത്തരം കേട്ടോ. ഉത്തരം ഇതാണ്, കരുണയില്ലാത്തവർ, അതായത് ദയ ഇല്ലാത്തവർ. ഓക്കെ, അത് തന്നെയാണ്. അതായത് വചനത്തിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ചെടുക്കില്ല, അത് തന്നെയാണ്.
അപ്പൊ എന്തായാലും 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി. സന്തോഷം തോന്നുന്നില്ലേ? കാരണം ഇതുപോലെ എന്താ പറയാ, വചന സമീക്ഷ പോലൊരു പ്രോഗ്രാമിൽ വിളിക്കുക, ചോദിച്ച 4 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയാക്കി പറയുക, അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമല്ലേ? ഓക്കെ, മാഡം ഒന്നും വിളിക്കണ്ട, ഞാൻ എന്നെ മോളെ നിന്ന് വിളിച്ചാൽ മതി, എനിക്കത് കേൾക്കാനാ ഇഷ്ടം. ഓക്കെ, ഇപ്പഴാ ഞാൻ ഹാപ്പി. ഞാൻ ഇതിനിടയ്ക്ക് ചിന്തിക്കുമായിരുന്നു, മാഡം എന്നാണോ വിളിക്കുന്നത്, എന്താ വിളിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാനും മോളാ. ഓക്കെ, അപ്പൊ വചന സമീക്ഷ എല്ലാ ദിവസവും കാണണം കേട്ടോ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആന്റി ഇതുപോലെ വിളിക്കണം. ഇനി ഞങ്ങൾ കാത്തിരിക്കും. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു. പ്രാർത്ഥിക്കാവേ. ഓക്കെ. ബെൽസി ആന്റി ആയിരുന്നു നമ്മുടെ കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആന്റി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശരിയുത്തരം പറഞ്ഞു. അത് മാത്രമല്ല, ആദ്യമൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവസാനമായപ്പോഴത്തേക്കും ആള് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ആന്റിക്കും കുടുംബത്തിനും ആന്റി പറഞ്ഞതുപോലെ ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കഥയിലേക്ക് മടങ്ങി നമ്മുടെ ഇന്നത്തെ ഒരു വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. 7ാമത്തെ ദിവസം ബുദ്ധിസന്യാസിയുടെ മുൻപിൽ നിൽക്കുന്ന രാജാവിനോട് സന്യാസി പറയുന്നുണ്ട്, താങ്കൾ ഇപ്പോൾ എല്ലാം അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത അവൻ ഒറ്റയ്ക്കായിരിക്കുവാനുള്ള മടി, അല്ലെങ്കിൽ തന്നിലേക്ക് നോക്കുവാനുള്ള മടിയാണ്. എന്നാൽ ഇത്രയും നാൾ താങ്കൾക്ക് കണ്ടെത്തുവാൻ സാധിക്കാത്ത താങ്കൾ കണ്ടെത്തിയിരിക്കുന്നു. അമിതമായി സംസാരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടുള്ള പ്രഹരമാണ് ആയുധങ്ങളെക്കാൾ വലിയ പ്രഹരം നൽകുന്നത്. പക്ഷേ താങ്കൾക്ക് ഇവിടെ വാക്കുകൾ കൊണ്ടല്ല, പിന്നെയോ മൗനമാകുന്ന ഭാഷ കൊണ്ട് തന്നോട് തന്നെ സ്വയം സംസാരിക്കുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനും സാധിച്ചു. ഒരു രാജാവെന്ന നിലയിൽ പലപ്പോഴും താങ്കൾക്ക് ഒരുപാട് സംസാരിക്കേണ്ട ഇടങ്ങൾ ഉണ്ടാകാം, താങ്കൾക്ക് ഒരുപാട് സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ട, ഒരുപാട് സംവാദങ്ങളിൽ ഏർപ്പെടേണ്ട ഇടങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും ഒരു ദിവസത്തിൽ കുറച്ചു നേരമെങ്കിലും തന്നിലേക്ക് നോക്കുവാൻ, അവിടെ സംയമനം പാലിച്ചുകൊണ്ട് പ്രകൃതിയിലേക്കും തന്നിലേക്കും ആ പ്രപഞ്ച സത്യത്തിലേക്കും നോക്കുവാൻ സാധിക്കണം. അങ്ങനെ സാധിച്ച് തന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നല്ലൊരു നാളെയിലേക്ക്, സമാധാനത്തോടെയുള്ള നിദ്രകളിലേക്ക്, നല്ല രാത്രികളിലേക്ക് നമുക്ക് പ്രവേശിക്കാനാകൂ. അവിടെ പണമോ സമ്പത്തോ നല്ല ബന്ധങ്ങളോ അല്ല, പിന്നെയോ എന്നോടുള്ള സ്വയം ഇഷ്ടമാണ് അവിടെ നമ്മെ ഏറ്റവും വലിയവനാക്കുന്നത്, ഉന്നതനാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രതീകമായിട്ട് രാജാവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇന്ന് നമ്മളെ നോക്കി വിരൽ ചൂണ്ടുന്നുണ്ട്. അവിടെയൊക്കെയും പണത്തിനും സമ്പത്തിനും അല്ലെങ്കിൽ എല്ലാവിധ സുഖലോലുപതകൾക്കും അതീതമായി നമ്മെ കണ്ടെത്തുവാൻ, നമുക്കായി സമയം ചെലവഴിക്കുവാൻ, നമുക്കായി സമയം കണ്ടെത്തുവാൻ, നമ്മിലേക്ക് സ്വയം നോക്കുവാൻ, നമ്മെ തന്നെ സ്നേഹിക്കുവാൻ, അങ്ങനെ മറ്റുള്ളവർക്ക് മുൻപിൽ നമ്മെ തന്നെ ഉയർത്തിക്കാട്ടുവാൻ, നമ്മെ തന്നെ അഭിമാനിതരാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ളതായി ഇനിയുള്ള ജീവിതത്തെ നമുക്ക് വാർത്തെടുക്കാം. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.